ഹലോ ഗായ്സ്, MS എക്സലിൻ്റെ 14ാമത്തെ വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മാച്ച്, ഈഫ്, എറർ എന്നീ ഫംഗ്ഷൻസ് ആണ്. അപ്പം ഈ രണ്ട് ഫംഗ്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. ഈ ഒരു എക്സാമ്പിൾ മാച്ചും ഈഫ് എററിലും വെച്ചിട്ട് ചെയ്തതാണ്. ഓക്കെ, അപ്പം ഇതാണ് എക്സാമ്പിൾ. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഡാറ്റ എന്ന് പറഞ്ഞാൽ സീരിയൽ നമ്പറിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഓഫ് വിച്ച് സീരിയൽ നമ്പർ, ഐഡൻ നമ്പർ എന്നീ കാര്യങ്ങളാണ് ഉള്ളത്. അപ്പം ഈ ഒരു ടേബിളിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു സൈഡിൽ ID നമ്പർ കാണുന്നല്ലോ. ID നമ്പറിലെ ഡാറ്റ ടൈപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് വന്നെന്ന് വിചാരിക്കും. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഇപ്പോൾ 101 എന്ന് പറഞ്ഞു അടിച്ചു. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഇവിടെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി എനിക്കിപ്പോൾ ഇവിടെ ഒരു നമ്പർ വന്നല്ലോ 1. ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് എവിടെയാണ് ഉള്ളതെന്ന് കാണിച്ചിരുന്നു. ഓക്കെ, അത് സെൽ നമ്പർ 1, സീരിയൽ നമ്പർ 1ലുള്ള 101 ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുണ്ടെന്ന് ഇവിടെ കാണിക്കുന്നത്. അത് 101 ഇവിടെ അടിച്ചാൽ സീരിയൽ നമ്പർ 1 കാണിച്ചു. സീരിയൽ നമ്പർ 1ലുള്ള ഡാറ്റയാണ് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് എന്ന് കാണിച്ചു തരുന്നു. ഓക്കെ, ഇവിടെ ഇപ്പോൾ 102 എന്ന് അടിച്ചു നോക്കിയാൽ സീരിയൽ നമ്പർ 2ലെ ഡാറ്റ ഇവിടെ എക്സ്ട്രാ വന്നിട്ടുണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ആയിട്ട് വന്നിട്ടുണ്ടെന്ന് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, പക്ഷേ സാധാരണ അതിൽ നമ്മൾ എന്താ ചെയ്യാറ്, കണ്ടീഷണൽ ഫോർമാറ്റിംഗ് പോയിട്ട് ഡ്യൂപ്ലിക്കേറ്റ്, അതായത് ഇവിടെ ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്നു, ഇത് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഐഡൻറ്റിഫൈ ചെയ്യാനാണെങ്കിൽ ഹൈലൈറ്റ് സെൽസ് റൂൾസ് പോയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് അങ്ങനെ വരും. പക്ഷേ എനിക്ക് ഈ ഒരു ഡാറ്റ ഇങ്ങനെയല്ല വരേണ്ടത്. ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യുന്നതിന് പകരം ഏത് എവിടെയാണ് ഈ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് എന്ന് കൃത്യമായിട്ട് കാണിച്ചു തരണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സീരിയൽ നമ്പറിൻ്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സീരിയൽ നമ്പർ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് സീരിയൽ നമ്പറിൻ്റെ ഇൻഫർമേഷൻ എടുത്തിരുന്നത് ഏത് സീരിയൽ നമ്പറിലാണ് ഈ ID നമ്പർ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വന്നിട്ടുള്ളതെന്ന്. ഓക്കെ, അങ്ങനെയാണ് കാണിച്ചിരുന്നത്. ഓക്കെ, അപ്പം ഇതാണ് എക്സാമ്പിൾ. അപ്പം ഈ എക്സാമ്പിൾ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ മാച്ച്, ഈഫ്, എറർ, ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് ഈ കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇതിന് നമുക്ക് ഫസ്റ്റ് മാച്ചിലേക്ക് പോകാം. മാച്ച് എന്നുള്ള ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഓക്കെ, ഒരു ചെറിയൊരു എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ മാച്ച് എന്ന് ഉള്ള ഫംഗ്ഷൻ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഡാറ്റേൻ്റെ ഒരു ടേബിളിലെ ഡാറ്റയിൽ നമ്മളൊരു പർട്ടിക്കുലർ, ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പം വർഗീസ് എന്ന് എഴുതിയിട്ടുണ്ട്. വർഗീസിൻ്റെ ഡാറ്റ, അതായത് വർഗീസിൻ്റെ ഡാറ്റ എത്രാമത്തെ ആണെന്നുള്ള പൊസിഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാച്ച് എന്ന് യൂസ് ചെയ്യുന്നത്. ഇവിടെ ജസ്റ്റ് ഞാൻ ടൈപ്പ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഞാൻ വർഗീസ് ടൈപ്പ് ചെയ്തെന്ന് വിചാരിക്കും. വർഗീസ് ടൈപ്പ് ചെയ്തു, പക്ഷേ എനിക്ക് എത്രാമത്തെ പൊസിഷനാണ് വർഗീസ് വരുന്നത് അത് കാണണം. അപ്പോൾ ആദ്യം ഈക്വൽ ടു അടിക്കുക, എന്നിട്ട് മാച്ച് എന്നുള്ള ഫംഗ്ഷൻ ടൈപ്പ് ചെയ്യുക. അപ്പോൾ മാച്ച് എന്നുള്ള ഫംഗ്ഷൻ കോമൺലി യൂസ് ചെയ്യുന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അതിനുശേഷം ലുക്കപ്പ് വാല്യൂ, ഏതാണ് ലുക്കപ്പ് വാല്യൂ ചെയ്യേണ്ടത്, ഈ ഒരു വാല്യൂവിനാണ് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ടേബിളിൽ ലുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഫൈൻഡ് ചെയ്യേണ്ടത് ഈ ഒരു വാല്യൂവിനാണ്. അപ്പം എനിക്ക് ലുക്കപ്പ് അറിയുന്ന ഉദ്ദേശിക്കുന്ന ഈ ഒരു ടേബിളിനെ തന്നെയാണ്. അപ്പോൾ ഈ ടേബിളിൽ എൻ്റെ ഡാറ്റ സെലക്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം എക്സാക്ട് മാച്ച് ആണോ വേണ്ടത് എന്നുള്ള രീതിയിൽ, അപ്പോൾ എക്സാക്ട് മാച്ച് ആണോ വേണ്ടത്, എക്സാക്ട് മാച്ച് ആണോ, ഈക്വൽ ടു സെയിം മാച്ച് ആണോ എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. അപ്പോൾ 0 ഇടുക, എക്സാക്ട് മാച്ച് കണ്ടിരിക്കില്ല, എന്നിട്ട് എൻ്റർ ചെയ്യുക. അപ്പോൾ മൂന്നാമത്തെ പൊസിഷൻ എന്ന് പറയുന്നത് അല്ലേ, മൂന്നാമത്തെ പൊസിഷൻ വർഗീസ് മൂന്നാമത്തെ പൊസിഷനിൽ വന്നിട്ടുണ്ട്. ഇനി സോമൻ അടിച്ച് നോക്കണം, സോമൻ 4ാമത്തെ പൊസിഷൻ, ആ രീതിയിൽ. ഓക്കെ, അപ്പോൾ താഴത്തെ നമ്മൾ ശ്രീജിത്ത് അടിച്ച് നോക്കിയാൽ ശ്രീജിത്ത് 26ാമത്തെ പൊസിഷനിലാണ് ശ്രീജിത്ത് ഉള്ളതെന്നുള്ള ഇതിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് മാച്ച് ഫംഗ്ഷൻസ് കോമൺലി യൂസ് ചെയ്യുന്നത്. ദറ്റ് ഈസ് സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിളാണ്. ഓക്കെ, ഇത് മാത്രമല്ല ഇനി വേറെ പല ഇടങ്ങളിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. വേറെ ഫംഗ്ഷൻസ് ആയിട്ട് ക്ലബ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഈ മാച്ചിനെ. ഓക്കെ, അത് നമ്മൾ എവിടെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഉപയോഗിക്കുന്നേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ഈഫ് എററിനാണ്. അപ്പം ഈഫ് എററിൻ്റെ ഫംഗ്ഷനും ഇതുപോലെ തന്നെ ഞാൻ വളരെ ചെറിയൊരു എക്സാമ്പിളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈഫ് എറർ എന്ന് ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ നമുക്കൊരു പർട്ടിക്കുലർ എറർ ഉണ്ടെങ്കിൽ ആ എററിനെ നമുക്ക് കാണിക്കാത്ത രീതിയിൽ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് ഈ എക്സാമ്പിൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതായത് ഈക്വൽ ടു, ഞാനിപ്പോൾ ടോട്ടൽ നമ്പർ വന്നിട്ടുണ്ട്, ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്, അപ്പോൾ എവറേജ് എനിക്ക് കാണാം. അപ്പോൾ സാധാരണ അതിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈക്വൽ ടു 500 ഡിവൈഡഡ് ബൈ ഈ 50, അതായത് ടോട്ടൽ ഡിവൈഡ് ബൈ ക്വാണ്ടിറ്റി, എനിക്ക് എവറേജ് കിട്ടും, അത് 10 എന്നുള്ളത്. ഓക്കെ, അവിടെ പോയി ഡബിൾ ക്ലിക്ക് ചെയ്താൽ ബാക്കിയുള്ള എല്ലാം കിട്ടും. പക്ഷേ ഇവിടെ കണ്ടോ ഡിവിഷൻ എറർ എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്. ഇവിടെ കാരണം ഇവിടെ എനിക്ക് വാല്യൂ ഇല്ല, ക്വാണ്ടിറ്റി വന്നിട്ടില്ല, ഇവിടെയും ക്വാണ്ടിറ്റി വന്നിട്ടില്ല. അവിടെ അതായത് ഡിവിഷൻ ബൈ 0 ഇല്ലെങ്കിൽ ഒന്നും ഇല്ലാത്തൊരു നമ്പർ ഡിവിഷൻ ബൈ 0 ഒന്നും പോസിബിൾ അല്ല ഒരിക്കലും. ഓക്കെ, അപ്പോൾ അവിടെ എററായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഈ എറർ വരാൻ പാടില്ല, ഇവിടെ ബ്ലാങ്ക് ആയിട്ട് വരണം. അതിന് വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ ഈ ഒരു ഈഫ് എറർ എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യാം. അതായത് ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്യാം കൂടി, ഈക്വൽ ടു ഈഫ് എറർ എന്ന് ടൈപ്പ് ചെയ്യാം. ഇതാണ് ഫംഗ്ഷൻ്റെ പേര്. ഓക്കെ, അതിനുശേഷം വാല്യൂ, എന്താണ് വാല്യൂ, 500 ഡിവൈഡഡ് ബൈ 50 അല്ലേ, ടോട്ടൽ ഡിവൈഡ് ബൈ ക്വാണ്ടിറ്റി, കോമയിട്ടിട്ട് എറർ ആണെങ്കിൽ എന്ത് സംഭവിക്കണം, ബ്ലാങ്ക് ആയിട്ടുള്ളൊരു ഇത് വരണം. ഓക്കെ, ബ്ലാങ്ക് വരണ്ടെങ്കിൽ ജസ്റ്റ് ഡബിൾ ക്ലോസ് ഇങ്ങനെ ഇട്ടിട്ട് ജസ്റ്റ് ക്ലോസ് ചെയ്താൽ മതി. ഓക്കെ, ഇല്ല 0 വരണ്ടെങ്കിൽ നമ്മൾ 0 ഇട്ടാലും മതി, എങ്ങനെ വേണമെങ്കിലും കുഴപ്പമില്ല. അതിന് ശേഷം ഇവിടെ സൈഡിൽ പോയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ കണ്ടോ ബ്ലാങ്ക് ആയിട്ട് വന്നിട്ടുണ്ടോ.
അതായത് ഡിവിഷൻ ബൈ എറർ എന്നുള്ള എറർ ഇവിടെ കാണിക്കുന്നില്ല. ആ എററിന് പകരം നമുക്ക് ഇവിടെ സ്പേസ് ആണ് കാണിക്കുന്നത്. ജസ്റ്റ് അവിടെ വേറെ ഒന്നുമില്ല, ബ്ലാങ്ക് ആയിട്ടുള്ള ബ്ലാങ്ക് സ്പേസ് ആണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് കോമൺലി എറർ എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അത് എറർ ഒന്ന് പുറത്ത് കാണിക്കാൻ ഡിസ്പ്ലേ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എറർ എന്നുള്ള ഫംഗ്ഷൻ കോമൺലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞു, ഫസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞില്ല, ഈ ഒരു എക്സാമ്പിൾ. അപ്പോൾ ഈ എക്സാമ്പിൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് അടുത്ത കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, സെയിം എക്സാമ്പിൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഐ ഡി നമ്പർ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഐ ഡി നമ്പർ ടൈപ്പ് ചെയ്യും. ഐ ഡി നമ്പറിന്റെ പൊസിഷൻ എത്രയാണ് നമുക്ക് കാണിച്ചു തരണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് അത് മാത്രമല്ല ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് നമുക്ക് ഇവിടെ ഹൈലൈറ്റ് ചെയ്യേണ്ടത്. ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഹൈലൈറ്റ് ചെയ്തിട്ട് എത്രാമത്തെ സീരിയൽ നമ്പറാണ് ആ ഡ്യൂപ്ലിക്കേറ്റ്, എത്രാമത്തെ സീരിയൽ നമ്പറിൽ ആ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഉള്ളതെന്ന് കാണിച്ചു തരണം നമുക്ക്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടേബിൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ടേബിളിന്റെ ഉദ്ദേശം അതാണ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ സാധാരണ നേരത്തെ മാച്ച് ഫംഗ്ഷൻ യൂസ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരു പർട്ടിക്കുലർ നമ്പർ അല്ലെങ്കിൽ ഒരു ടേബിളിലുള്ള ഒരു പർട്ടിക്കുലർ വാല്യൂ എത്രാമത്തെ പൊസിഷൻ ആണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാച്ച് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മാച്ച് ഫംഗ്ഷൻ തന്നെ യൂസ് ചെയ്യും. 101 എത്രാമത്തെ പൊസിഷൻ ആണെന്ന് കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഈക്വൽ ടു മാച്ച് ഫംഗ്ഷൻ ടൈപ്പ് ചെയ്യാം. അതിനുശേഷം ലുക്കപ്പ് വാല്യൂ നമുക്ക് ഈ ഫസ്റ്റ് നമ്പറിൽ ലുക്ക് ചെയ്യേണ്ട. ഫസ്റ്റ് നമ്പറിന് എവിടെ നോക്കണം? ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ കംപ്ലീറ്റ് നോക്കണം. ഓക്കെ, താഴെ വരാം വെക്കാം. ഓക്കെ, ഈ ഒരു എൻ്റെ കോളത്തിൽ കംപ്ലീറ്റ് ചെക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം എത്ര എക്സാക്ട് വാല്യൂ ആണെങ്കിൽ എക്സാക്ട് വാല്യൂ കൊടുക്കാം. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് എൻ്റർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പൊസിഷൻ ആണെന്ന് ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷേ എനിക്കിപ്പോൾ ഒരു കാര്യം കൊണ്ട് ഇവിടെ താഴോട്ടേക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ ഇത് ഈ നമ്പർ ഓട്ടോമാറ്റിക്കലി മാറും. അതുകൊണ്ട് നമ്മളൊന്ന് F4 അടിച്ചിട്ടൊന്ന് ലോക്ക് ചെയ്യാം. F4 അടിക്കും, എന്നിട്ട് ലോക്ക് ചെയ്യാം. ഈ ഒരു സെൽ വാല്യൂ ലോക്ക് ചെയ്യാം. അതായത് ഈ ഒരു പർട്ടിക്കുലർ ഏരിയ, ഈ റെഡ് ഇട്ട ഏരിയ ഉണ്ടോ അത് കംപ്ലീറ്റ് നമ്മൾ ലോക്ക് ചെയ്യുന്നു. ഇല്ലെങ്കിൽ നമ്മൾ ഡ്രാഗ് ചെയ്യുമ്പോൾ അത് അടുത്തടുത്ത പൊസിഷനിലേക്ക് വരും. ഓക്കെ, അപ്പോൾ അത് മാത്രം ലോക്ക് ചെയ്യുന്നു. പക്ഷേ എനിക്കിപ്പോൾ ഈ ഒരു നമ്പർ അടുത്ത നമ്പറിലേക്ക് വരണം ഡ്രാഗ് ചെയ്യുമ്പോൾ. ഓക്കെ, അതായത് ഇവിടുന്ന് താഴോട്ടേക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ ഉണ്ടോ അടുത്ത നമ്പറിലേക്ക് പോകണം. ഓക്കെ, അടുത്ത നമ്പറിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ അടുത്ത ഡ്രാഗ് ചെയ്യുമ്പോൾ അടുത്ത നമ്പറിലേക്ക് പോയിട്ട് മാച്ച് ചെയ്ത് ഫംഗ്ഷൻ ചെയ്ത് നോക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഓൾറെഡി നമ്പർ കാണിക്കുന്നുണ്ട്. 101 ഒന്നാമത്തെ പൊസിഷൻ, ഇത് രണ്ടാമത്തെ പൊസിഷൻ, ആ രീതിയിൽ. ഇനിയിപ്പോൾ ഞാൻ താഴേക്ക് ഡ്രാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ 101 ഞാൻ വീണ്ടും അടിച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നാമത്തെ പൊസിഷൻ ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. കാരണം ഒന്നാമത്തെ പൊസിഷനിലാണ് ഇത് 101 ഉണ്ടായത്. ഓക്കെ, അത് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതേപോലെയല്ല വരേണ്ടത് എനിക്ക്. അതായത് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് മാത്രമേ എനിക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ടൂ. ഓക്കെ, അതായത് ഇവിടെ ഇപ്പോൾ ഇവിടെ ഒന്നും ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഇല്ല. 1 2 3 ഇതെല്ലാം ഓർഡറിലാണ് പോകുന്നത്, വേറെ കുഴപ്പമില്ല. പക്ഷെ അതിന് ശേഷം 5 കഴിഞ്ഞിട്ട് വീണ്ടും 2 എന്നുള്ള സെക്ഷനിൽ 102 ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുണ്ട്, 103 വന്നിട്ടുണ്ട്, ആ രീതിയിൽ. ഓക്കെ, അപ്പോൾ അത് മാത്രമേ എനിക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇതൊന്നും വരാനും പാടില്ല. ഇതെല്ലാം ബ്ലാങ്ക് ആയിരിക്കണം. കാരണം ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല. ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് എത്രാമത്തെ സീരിയൽ നമ്പറിന് എനിക്ക് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ ഈ ഫംഗ്ഷൻ എന്നുള്ള കണ്ടീഷൻ യൂസ് ചെയ്യുന്നു. ഇവിടെ ഈഫ് എന്നുള്ള. ഓക്കെ, അതിനുശേഷം ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഈഫ് ഈ ഒരു നമ്പറിൽ ഇവിടെ ഇപ്പോൾ മാച്ച് എന്നുള്ള ഫംഗ്ഷൻ ഇട്ടിട്ടുണ്ടെങ്കിൽ എത്രാമത്തെ സീരിയൽ ഒരു പർട്ടിക്കുലർ നമ്പറിലേ വരും. ഓക്കെ, മാച്ച് ഫംഗ്ഷനിൽ ഇപ്പം 101 എന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫസ്റ്റ് സീരിയൽ നമ്പർ 1 എന്നല്ല വന്നത് നേരത്തെ. അത് എത്രാമത്തെ പൊസിഷനിലാണ് ഈ 101 എന്നുള്ളത്, അതാണ് നമുക്ക് കാണിച്ചു തന്നത്. അപ്പോൾ 1 എന്നുള്ള പൊസിഷനിലാണ് വന്നത്. ഓക്കെ, 1 ഈക്വൽ ടു ഈ ഒരു സീരിയൽ നമ്പറായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാനൊരു സീരിയൽ നമ്പർ ഓൾറെഡി അടിച്ചു വെച്ചിട്ടുണ്ട്, ഒരു സീരിയൽ നമ്പർ സൈഡിൽ. അപ്പോൾ ഈ ഒരു സീരിയൽ നമ്പറിന്റെ സഹായത്തോടെയാണ് നമ്മളിപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം ഈ ഒരു നമ്പറായിട്ട് ഈക്വൽ ആണെങ്കിൽ, ഓക്കെ, എന്ത് സംഭവിക്കണം? ബ്ലാങ്ക് വരണം. ഓക്കെ, അതായത് ഇതും ഈക്വൽ ആണെങ്കിൽ ഈ ഒരു നമ്പർ ഞാൻ മാച്ച് എന്നുള്ള ഫംഗ്ഷൻ ഇട്ടിട്ട് 1 എന്ന് വന്നിട്ടുണ്ട്. 1 ഈക്വൽ ടു 1 ആണെങ്കിൽ എനിക്ക് അവിടെ ബ്ലാങ്ക് ആയിട്ട് വരണം. ഓക്കെ, അപ്പോൾ ഇവിടെ ബ്ലാങ്ക് ആയിട്ട് വരും. സ്വാഭാവികമായിട്ട് ഇവിടെ 1 ആയിരിക്കുമല്ലോ. അപ്പോൾ 1 എന്നുകൊണ്ട് ബ്ലാങ്ക് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ബ്ലാങ്ക് ആയിട്ട് വന്നു. അതിനുശേഷം വീണ്ടും ഞാനൊരു കണ്ടീഷൻ, അതായത് ബ്ലാങ്ക് അല്ലെങ്കിൽ, അതായത് ഇവിടെ ഇപ്പം ഇവിടെ 101 എത്രാമത്തെ പൊസിഷനിലാണെന്ന് വന്നു, ഒന്നാമത്തെ പൊസിഷനാണെന്ന് പറഞ്ഞു. ഒന്നാമത്തെ പൊസിഷൻ അല്ലെങ്കിൽ കണ്ടീഷൻ തെറ്റാണെങ്കിൽ, ഈ ഒരു കണ്ടീഷൻ തെറ്റാണെങ്കിൽ എന്ത് സംഭവിക്കണം എന്നുള്ള കാര്യം കൊടുക്കണമല്ലോ. അപ്പോൾ കണ്ടീഷൻ തെറ്റാണെങ്കിൽ നമ്മൾ വീണ്ടും ഇതേ കണ്ടീഷൻ യൂസ് ചെയ്യുന്നു, മാച്ച് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു. എന്നിട്ട് ലുക്കപ്പ് വാല്യൂ വീണ്ടും ഇതേ വാല്യൂ തന്നെ കൊടുക്കുന്നു. ഒരു കോമ ഇട്ടിട്ട് ഇവിടുന്ന് താഴെ വരെ ഡ്രാഗ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഒന്ന് ലോക്ക് ചെയ്തു. കാരണം വീണ്ടും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രാഗ് ചെയ്യുമ്പോൾ മാറും. ഓക്കെ, അതുകൊണ്ട് ലോക്ക് ആക്കിയിട്ട് വെക്കുന്നു. അതിനുശേഷം എക്സാക്ട് മാച്ച് കൊടുക്കുന്നു. ഇത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷനായി, രണ്ടാമത്തെ കണ്ടീഷനുമായി. ഓക്കെ, ഇത് ബ്രാക്കറ്റ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് എൻ്റർ ചെയ്യുന്നു. ഇവിടെ കണ്ടോ, അത് നിലവിൽ ഇപ്പം ബ്ലാങ്ക് വന്നു. കാരണം ഈ ഒരു സീരിയൽ നമ്പറിനെ ബേസ് ചെയ്തിട്ടാണ്, കമ്പയർ ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇവിടെ ബ്ലാങ്ക്. നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് താഴേക്ക് ഇട്ട് നോക്കാം.
കണ്ട ഇവിടെ എല്ലാം ബ്ലാങ്ക് വന്നു. കാരണം ഇത് സീരിയൽ നമ്പറിനെ കമ്പയർ ചെയ്തു ഇതിൻ്റെ പൊസിഷനായിട്ട്. രണ്ട് സീരിയൽ നമ്പർ ഇവിടുത്തെ ഈ ഒരു നമ്പർ മാച്ച് എന്നുള്ള ഫംഗ്ഷൻ വെച്ചിട്ട് മാച്ച് 2 കിട്ടുമ്പോൾ ഇവിടെ 102ൽ 2 ആണെന്നല്ല നമുക്ക് മാച്ച് വരുന്നത്. 2 = 2 എന്ന് വരുമ്പോൾ അവിടെ ബ്ലാങ്ക് ആയിട്ട് വരും. ഓക്കെ, ഇനിയിപ്പോൾ കണ്ടീഷൻ തെറ്റാണെങ്കിൽ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. അതായത് ഇവിടെ വീണ്ടും ഇവിടെ ഒന്നും കണ്ടീഷൻ തെറ്റില്ല. കാരണം ഇവിടെ എല്ലാം ഈ വാല്യൂ ഒരു പ്രാവശ്യം വന്നിട്ടില്ല. ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ വാല്യൂ ഒരു പ്രാവശ്യം വന്നിട്ടില്ല. ഇവിടെയും കുഴപ്പമില്ല. പക്ഷേ ഇവിടെ 102 രണ്ടാമതൊന്നും കൂടി വന്നു. അവിടെ നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ആദ്യം കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. മാച്ച് E10. ഓക്കെ, ഈ ഒരു കണ്ടീഷൻ തന്നെ ഫസ്റ്റ് മാച്ച് ചെയ്യും. ഈ നമ്പറിനെ വെച്ച് മാച്ച് ചെയ്യുന്നു. ഓക്കെ, E10 എന്നുള്ള നമ്പർ മാച്ച് ചെയ്യുന്നു. ഇത് വെച്ചിട്ട് E10 ഇതല്ല, E10ൻ്റെ പൊസിഷൻ ഇതാണ് വരുന്നത്. E10 ഈ എൻ്റയർ സെല്ലിൽ ചെക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ എന്ത് സംഭവിക്കുന്നു? E10 എന്നുള്ള സാധനം ഇവിടെ 102 എന്നുള്ള സ്ഥലം ഇവിടെ ഈ രണ്ടാമത്തെ പൊസിഷനിൽ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ 2 എന്നുള്ള വാല്യൂ റിട്ടേൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ 2 = C10 ആണ്. 2 = C10 എന്ന് പറയുന്നത് 6 ആണ് അല്ലേ? 6 അല്ലല്ലോ, 2 = C10 അല്ല. അപ്പം തെറ്റായിട്ടുള്ള ഇതാ വരുമോ, കണ്ടീഷനെ വരുമോ? അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ ഫസ്റ്റ് കണ്ടീഷൻ ട്രൂ അല്ലല്ലോ, നേരെ ഫോൾസിലേക്ക് പോകും. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഫോൾസ് ആയതുകൊണ്ട് നേരെ സെക്കൻഡ് കണ്ടീഷനിലേക്ക് പോകുന്നു. അപ്പോൾ സെക്കൻഡ് കണ്ടീഷനിൽ എന്താ പറയുന്നത്? E10 എന്നുള്ള കാര്യം E10 എന്ന് പറഞ്ഞിട്ട് ഈ ഒരു എൻ്റയർ സെർച്ചിൽ വീണ്ടും സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് രണ്ടാമത്തെ പൊസിഷൻ കിട്ടുന്നു. അപ്പോൾ 2 എന്നുള്ള പൊസിഷൻ ഇവിടെ വരുന്നു. ഓക്കെ, അപ്പോൾ സംഭവം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് വീണ്ടും ആ കണ്ടീഷൻ തന്നെ വീണ്ടും ചെക്ക് ചെയ്യുന്നു. E10 എന്നുള്ള പൊസിഷൻ വെച്ചിട്ട് ഇത് വീണ്ടും ഈ എൻ്റയർ ഡാറ്റയിൽ ചെക്ക് ചെയ്യുന്നു. അപ്പോൾ ഇത് ചെക്ക് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടർ ചെയ്യുന്ന പറഞ്ഞാൽ ഫസ്റ്റത്തെ ഈ വാല്യൂ നമുക്ക് കിട്ടുമോ? ഓക്കെ, ചെക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് പൊസിഷൻ ഇതല്ലേ വരുന്നത് 102ൻ്റെ. രണ്ടാമതല്ല ഇത് വരുന്നത്, ഫസ്റ്റ് ഇത് വരുന്നത്. അപ്പോൾ ഫസ്റ്റിലെ പൊസിഷനാണ് നമുക്കിവിടെ കാണിച്ചിരുന്നത്. അപ്പോൾ 2 എന്നുള്ള പൊസിഷൻ നമുക്കിവിടെ കാണിച്ചു തരും. ഓക്കെ, ഇതേപോലെ തന്നെ സിമിലർലി ഈ 103 മൂന്നാമത്തെ പൊസിഷനിൽ വന്നിട്ടുണ്ട്. അത് വീണ്ടും അടിക്കുമ്പോൾ ഒരു മൂന്നാമത്തെ പൊസിഷനിൽ തന്നെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആകെ ശ്രദ്ധിക്കേണ്ട പറഞ്ഞാൽ ഈ ഒരു സീരിയൽ നമ്പറിനെ ബേസ് ചെയ്തിട്ട് ഇത് കാര്യങ്ങൾ ചെയ്യുന്നത്. സീരിയൽ നമ്പറിൽ ഇതും വെച്ച് കമ്പയർ ചെയ്തിട്ടാണ് ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് സീരിയൽ നമ്പർ നമ്മൾ ഓരോ പ്രാവശ്യം ഇവിടെ വാല്യൂസ് അടിക്കുമ്പോൾ അതിന് കണക്കായിട്ട് സീരിയൽ നമ്പർ അടിച്ച് പോകാമെന്നാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വേറൊരു പ്രശ്നം കൂടി ഇതിൻ്റെ അകത്ത് സംഭവിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എറർ വരിക. ഓക്കെ, ഇവിടെ ഇപ്പോൾ എററൊന്നും വരുന്നില്ല, കാരണം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇവിടെ നിന്നിപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ലാസ്റ്റ് വരെ ഫോർമുല കൊണ്ടുപോയിട്ടില്ല, കാരണം ഇപ്പുറത്തൊന്നും പ്രശ്നമില്ല. അപ്പോൾ ഇവിടെ പോയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഫോർമുല എൻ്റയർ ഷീറ്റിലേക്ക് ആക്കുന്നു. അപ്പോൾ ഇവിടെ എല്ലാം കണ്ടോ, നോട്ട് ആപ്ലിക്കൽ N bar എന്നെല്ലാം പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടോ? അത് എറർ എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ എറർ ഒന്ന് ഒഴിവാക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ഈഫ് എറർ എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു. ഈഫ് എറർ എന്ന് ടൈപ്പ് ചെയ്യുന്നു, അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഈ ഒരു എൻ്റയർ കണ്ടീഷൻ തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നു. അതായത് നേരത്തെ ചെയ്ത് വെച്ച ഈഫും മാച്ചും കാര്യങ്ങളെല്ലാം ഈ ഒരു ഈഫ് എററിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് വാല്യൂ എന്നുള്ള സ്ഥലത്ത് ഈ ഒരു പൊസിഷൻ കാര്യങ്ങൾ വരും. ഓക്കെ, എന്നിട്ട് അതിന് ശേഷം കോമ ഇട്ടിട്ട്, അതായത് വാല്യൂ ഉണ്ടെങ്കിൽ ഈ ഒരു കാര്യം വരണം, അത് ഈഫ് എന്നുള്ള കണ്ടീഷനിലേക്ക് പോകണം. അല്ലെങ്കിൽ എറർ ആണെങ്കിൽ എന്ത് സംഭവിക്കണം? എനിക്കിപ്പോൾ ബ്ലാങ്ക് സ്പേസസ് വന്നാൽ മതി. ബ്ലാങ്ക് സ്പേസസ് കൊടുക്കുന്നു, എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം ഇതേ പൊസിഷനിൽ പോയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. കണ്ടോ, ഇവിടെ ഇപ്പോൾ എറർ ഇല്ല, എറർ ഫ്രീ ആയി. അതാണ് ഈ ഒരു ഈഫ് എററിനെ കൊണ്ടുള്ള പ്രധാനപ്പെട്ട ഉദ്ദേശം. അപ്പോൾ ഇവിടെയെല്ലാം എറർ ഉണ്ടായിരുന്നു, കാരണം ഞാനിവിടെ ഡാറ്റ ടൈപ്പ് ചെയ്തില്ല, അതുകൊണ്ട് എറർ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ആ എറർ കംപ്ലീറ്റ് അവിടെ ക്ലിയർ ആക്കി തന്നു. ഓക്കെ, ഈഫ് എറർ എന്നുള്ള ഫംഗ്ഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് കളർ ഇൻഡിക്കേഷനാണ് വരേണ്ടത്. എനിക്കിപ്പോൾ ഇവിടെ 2, 3, 3, 1 എന്നെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് മാത്രം എനിക്ക് ഹൈലൈറ്റ് ചെയ്യണം. ഇവിടെ ഇപ്പോൾ നമ്പർ മാത്രമേ തന്നിട്ടുള്ളൂ, അല്ല സീരിയൽ നമ്പർ, ഓരോന്നിൻ്റെ സീരിയൽ നമ്പർ തന്നിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ ഇവിടെ കളർ എന്നുള്ള രീതിയിൽ ഇൻഡിക്കേറ്റ് ചെയ്യണം. നേരത്തെ നമ്മൾ ആദ്യം വെച്ച എക്സാമ്പിളിൽ അങ്ങനെ കാണിച്ചിട്ടുണ്ടല്ലോ കളർ. ഓക്കെ, കളറിന് വേണ്ടി നമ്മൾ സിമ്പിളാണ്, നമ്മൾ മിക്ക ആൾക്കാർക്ക് അറിയുന്നത് തന്നെയാണ്. നമ്മൾ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് പോയിട്ട് ഈ ഒരു കളർ റേഞ്ച് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഏരിയ കംപ്ലീറ്റ് സെലക്ട് ചെയ്യാം. നമുക്ക് എവിടെയാണ് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസിൻ്റെ കാര്യങ്ങളെല്ലാം പറയുന്നത് ആ ഒരു ഏരിയ സെലക്ട് ചെയ്യാം. കണ്ടീഷണൽ ഫോർമാറ്റിംഗ് പോവാം, അവിടെ ന്യൂ റൂൾ കൊടുക്കുക. ന്യൂ റൂളിൽ പോയിട്ട് ഫോർമാറ്റ് ഓൺലി സെൽസ് ദാറ്റ് കണ്ടെയ്ൻ അവിടെ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം സെൽ വാല്യൂവിൻ്റെ സ്പേസിൽ നോ ബ്ലാങ്ക്സ് എന്ന് കൊടുക്കുക. ഓക്കെ, ബ്ലാങ്ക് അല്ലാത്ത കണ്ടീഷനിൽ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ബ്ലാങ്ക് അല്ലാത്ത കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്പർ വരും, അതുകൊണ്ട് ബ്ലാങ്ക് അല്ലാത്ത കണ്ടീഷനിൽ മാത്രമേ നമുക്ക് കളർ ഇൻഡിക്കേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, എൻ്റെ ഫോർമാറ്റ് സെൽസ് പോവുക, എന്നിട്ട് ഫിൽ കളറിൽ എന്തെങ്കിലും കളർ കൊടുക്കും, അതിൻ്റെ ഓക്കെ കൊടുക്കും, എന്നിട്ട് ഓക്കെ കൊടുക്കും. അപ്പം കണ്ടോ, വാല്യൂസ് വരുന്ന സ്ഥലത്ത് മാത്രമേ കളറിൽ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ജസ്റ്റ് 1041 ടൈപ്പ് ചെയ്യുന്നു, ആ കളറിൽ നാലാമത്തെ കുളത്തിൽ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു കാര്യങ്ങൾ നമുക്ക് വേറെ എവിടെയെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എക്സാമ്പിൾ ഈ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ ഇവിടെ മാത്രമല്ല, വേറെ എവിടെയെങ്കിലും നമ്മൾ വലിയ ഡാറ്റാബേസ് എല്ലാം ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് എവിടെയാണെന്ന് കൃത്യമായിട്ട് അറിയണം. വലിയ ഡാറ്റാബേസ് ആണെങ്കിൽ ഇത് ചെറിയ മാത്രമാണ്. വലിയ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റയിലും ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ID നമ്പർ എവിടെയാണെന്ന് തപ്പണം. അപ്പം ഇത് എവിടെയാണെന്ന് തപ്പണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്ത് തരുന്നുണ്ടെങ്കിൽ നമുക്കത് എളുപ്പമാണ്. അവിടെ പോയിട്ട് പെട്ടെന്ന് ചേസ് ചെയ്യാൻ പറ്റും ആ ഡാറ്റേനെ. ഓക്കെ,
അതിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഈഫ്, എറർ, മാച്ച് എന്നീ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.